നമസ്കാരം. 16-കാരനായ ഒരു വിദ്യാർത്ഥിയും ആ വിദ്യാർത്ഥിയുടെ മാതാവുമാണ് എൻ്റെ കൂടെയുള്ളത്. ഇവരൊരു പരാതിയുമായാണ് ഇന്ന് എത്തിയത്. അതായത് നേരത്തെ പരാതി കൊടുത്ത് ആ പരാതിയുടെ മേൽ നടപടിയില്ലാതെ വന്നപ്പോൾ ആ വിവരം പറയാൻ വേണ്ടി വന്നതാണ്, അല്ലാതെ പരാതി തരാൻ വേണ്ടി വന്നതല്ല. ഈ വിദ്യാർത്ഥിയുടെ സഹോദരന്റെ ഭാര്യയുടെ ഭാഗത്തു നിന്ന് ഈ കുട്ടിക്ക് ക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനം ഏൽക്കേണ്ടി വന്നു. തൃശ്ശൂർ ജില്ലയിലെ മരത്തങ്കോട് സ്വദേശിയായിട്ടുള്ള ലാസിമ എന്ന് പറയുന്ന ഒരു യുവതിയിൽ നിന്നാണ് മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. അതായത് ലാസിമയുടെ ഭർത്താവും തമ്മിൽ എന്നും വഴക്കാണ്, അടിയാണ്. ഇതിങ്ങനെ അടി കൂടുന്ന സമയത്ത് അത് പിടിച്ചു മാറ്റാൻ വേണ്ടി ആ വീട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന സ്ഥിതിക്ക് പിടിച്ചു മാറ്റുന്നതിന് വേണ്ടിയാണ് ഈ കുട്ടി അവരുടെ അടുത്തേക്ക് ചെന്നത്. എന്തായാലും അങ്ങനെ അടുത്തേക്ക് ചെന്നപ്പോൾ ഈ കുട്ടിക്ക് ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏൽക്കേണ്ടി വന്നു. ചങ്കിൽ പിടിച്ച് ഞെക്കി, അതുപോലെ തന്നെ ചവിട്ടി. ഇവരുടെ വീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അടുത്തായിരുന്നു. അപ്പം തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ ഈ വിവരം പോലീസിനെ അറിയിച്ചു. 16 വയസ്സുള്ള ഒരു കുട്ടിക്ക് നേരെ നടന്ന ഒരു അതിക്രമമായിട്ട് പോലും ഈ വിഷയത്തിൽ കേസെടുക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. എന്താണ് അന്നത്തെ ദിവസം സംഭവിച്ചത്? ഞങ്ങള് ഉറങ്ങാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ ഇക്കയും ഇക്കയുടെ വൈഫും കൂടിയിട്ട് അടിയിരുന്ന അന്നത്തെ ദിവസം. അപ്പോൾ ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഇവർ തമ്മിൽ അടി ഓടിയിടുന്ന ഒച്ച ഞാൻ കേട്ടു. അങ്ങനെ അവിടെ കയറി ചെന്നപ്പോൾ ആള് ഇക്ക സോഫയിൽ കിടക്കുക, ആളെ നെഞ്ഞത്ത് ഒരു കാല് കയറ്റി വെച്ചിട്ട് ചങ്ങിന് പിടിച്ച് നിൽക്കായിരുന്നു. അപ്പം ഞാൻ എന്താ കാട്ടണെന്ന് വെച്ചിട്ട് കയറി ചെന്ന് പിടിച്ചു മാറ്റുന്നത് നോക്കി. അപ്പൊ ആള് നീ ഞങ്ങളുടെ കാലത്ത് ഇടപെടണ്ട, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി പറഞ്ഞിട്ട് എന്റെ കഴുത്തിന് പിടിച്ചിട്ട് നേരെ ചുമരും കൊണ്ടിട്ട് ഉന്തി, പിന്നെ കാലിന്റെ ഈ വിരലുമേ ചവിട്ടി നിന്നു, കാല് കൊണ്ട് ഉന്തായിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ എന്നിട്ട് പിടിച്ചു മാറ്റിയതിനു ശേഷമാണ് ഇതൊക്കെ അതിനോട് ചെയ്തത്. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ ഉണ്ടായ ഒരു സാഹചര്യം എന്താ? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഈ പ്രശ്നം അവനക്ക് കഴുത്തിൽ ഇവിടെ നീര് വയ്ക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവനക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് ഞാൻ ഇത് സംഭവിച്ചു എന്നോട് അപ്പൊ പറഞ്ഞില്ല. എന്നിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ ശേഷം എന്നോട് ഇവന് വിവരം പറഞ്ഞു. അപ്പൊ ഞാൻ ഇവനെ വേഗം ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു, അവര് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആദ്യം ഞാൻ ഒന്നും പറഞ്ഞില്ല. പിന്നീട് അവർ ഓരോ കാര്യം പറയാണ്ട് ചികിത്സിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോടെല്ലാം സത്യം പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവിച്ച വിവരം പറഞ്ഞു. അങ്ങനെയാണ് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ തന്നെയാണ് കേസ് ഫയൽ ചെയ്ത് റിപ്പോർട്ട് ചെയ്തത്. അതിന് മേലെ പിന്നെ ഇവർക്ക് സംസാരിക്കാനൊന്നിനും വന്ന് കഴിഞ്ഞിരുന്നില്ല. എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇവർക്ക് മാന്തിയിട്ടുണ്ടായിരുന്നു, ഇവിടെയൊക്കെ പിടിച്ച് മാന്തിയിട്ടുണ്ടായിരുന്നു. കഴുത്ത് പിടിച്ചിട്ട് ചുമരിൽ കൊണ്ടുപോയിട്ട് ഇടിച്ചൊക്കെ തല ബാക്കിൽ ഇടിച്ചിട്ടുണ്ടായിരുന്നു. തല എനക്കാൻ പറ്റിയൊന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കാലും എനക്കിരുന്നില്ല. കാലിൽ വിരല് നീരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇവനെ കൊണ്ടുപോകാനുള്ള കാരണം വെളുക്കണം. ഞാൻ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് അത് കഴിഞ്ഞാൽ അവർ ഫയൽ ചെയ്തു. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് കേസിന്റെ കാര്യത്തിന് ഞാൻ പോയി അവരോട് കേസ് ഫയൽ ചെയ്ത് പറഞ്ഞു. ഇതുവരെ അവരൊന്നും ഇതിനെ കുറിച്ച് പോലീസ് വിളിപ്പിച്ചു, പക്ഷെ നടപടികളൊന്നും ഉണ്ടായില്ല. നടപടികളൊന്നും അവർ ഇതുവരെ അതിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരു കള്ളാസ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇവന്റെ കേസിന് തുമ്പിൽ ഇതില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ അവര് വന്നിക്കുന്നത് പറയണത്. ഇത് ഈ ആരാണ് ഇവന് ലാസിമ എന്ന് പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞല്ലോ, സ്ഥിരമായിട്ട് വീട്ടിൽ വഴക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ മറ്റേ ഈ കുട്ടിയുടെ ആരാണ് ഈ ലാസിമ? ലാസിമ എന്ന് പറഞ്ഞ അവന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയാണ്. ജ്യേഷ്ഠൻ എന്ന് പറയുമ്പോൾ ഉപ്പാടെ പെങ്ങൾ സഹോദരിയുടെ മോനും മരുമകളും. അവര് മാത്രം അവിടെ ഉണ്ടായിരുന്നു, വീട്ടിൽ അവിടെ ഉള്ളത്. വേറെ ആരും ഇല്ല അവരുടെ. എന്തായാലും ഈ വിഷയത്തിൽ പരാതി കൊടുത്തു, നടപടി എടുത്തിട്ടില്ല. പരാതി കൊടുത്തിട്ട് അവർ ഇതുവരെ നടപടിയായിട്ട് മുന്നോട്ട് വന്നിട്ടുമില്ല, ഒന്നും ഇതായിട്ടുമില്ല. അതായത് ഈ കുട്ടിക്ക് 16 വയസ്സാണ്, ഇപ്പൊ +1 വിദ്യാർത്ഥിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കുട്ടികൾക്കെതിരെ അതിക്രമങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ ശക്തമായ നടപടി എടുക്കേണ്ടതാണ്. ഇവിടെ ലാസിമ എന്ന് പറയുന്ന യുവതി അവരുടെ ഭർത്താവുമായിട്ടുള്ള നിരന്തര പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അതിൽ ഇടപെടാൻ വേണ്ടി ചെന്നതാണ് ഈ കുട്ടി. അതായത് സ്വന്തം സഹോദരനെ അടിക്കുന്നത് കണ്ടപ്പോൾ പിടിച്ചു മാറ്റാൻ വേണ്ടി ചെന്നു. പിടിച്ചു മാറ്റാൻ വേണ്ടി ചെന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായ നടപടിയെടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും മറ്റുമൊക്കെയാണ് ഇവർ പരാതി കൊടുത്തത്. അതിന്റെ ഭാഗമായാണ് പോലീസിലേക്ക് ഇത് അന്വേഷിക്കണം, നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞൊരു നിർദ്ദേശം വന്നത്. അതുപോലെ തന്നെ ഡോക്ടറെ കാണിച്ച് ഡോക്ടറുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള അറിയിപ്പുകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. എന്നാൽ പോലീസ് ഈ വിഷയത്തിൽ ഒരു കൃത്യമായ ഇടപെടൽ നടത്താതെ ഇവരെ പൂർണ്ണമായും തഴഞ്ഞു. അതായത് ഇവരുടെ പരാതിക്ക് ഒരു വില പോലും കൽപ്പിച്ചില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ കുടുംബം, ഈ കുട്ടിയും ഉമ്മയും ഒക്കെ ഈ വിഷയത്തിൽ ഉന്നത അധികാരികൾക്ക് മുന്നിൽ പരാതി സമർപ്പിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കണം. ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടി പോലീസ് എടുത്തില്ലെങ്കിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ മറ്റു കുട്ടികൾക്കും ഉണ്ടാകും എന്ന കാര്യം പോലീസ് മറക്കരുത് എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.